ഇന്ത്യയുടെ പാകിസ്ഥാൻ ആക്രമണം ഉടനെന്ന് സൂചന. ഇതിനു മുന്നോടിയായി ഇന്ത്യയുടെ എയർഫോഴ്സ് മേധാവി AP സിംഗ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ ആക്രമണത്തിൽ പ്രധാന റോൾ വഹിക്കേണ്ടത് ഇന്ത്യയുടെ വ്യോമസേനയാണെന്നിരിക്കെയാണ് ഈ കൂടിക്കാഴ്ച ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. കഴിഞ്ഞ മണിക്കൂറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക ഓഫീസിൽ വ്യോമസേനാ മേധാവി എത്തി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ നാവികസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി 24 മണിക്കൂർ തികയുന്ന ഘട്ടത്തിലാണ് വ്യോമസേനാ മേധാവിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച. ഏപ്രിൽ മാസം 22-ന് പഹൽഗാമിൽ നടന്ന പാകിസ്ഥാൻ ഭീകരാക്രമണത്തിൽ 26 ജീവനുകളാണ് പൊലിഞ്ഞത്. ഇതിന് അതിശക്തമായ തിരിച്ചടി നൽകാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ. എല്ലാ തരത്തിലും ഉള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ത്യയുടെ നാവിക കര വ്യോമസേന സംവിധാനങ്ങളെ ഒരുക്കുകയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമർഹിക്കുന്ന ഒന്നാണ് വ്യോമസേന. നമുക്കറിയാം, പുൽവാമ ഭീകരാക്രമണത്തിന് പ്രതികാരമായി ബലാക്കോട്ടിലേക്ക് ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക്. അന്ന് ഇന്ത്യയുടെ എയർഫോഴ്സുകളാണ്, ഇന്ത്യയുടെ ഫൈറ്റർ ജെറ്റുകളാണ് ആ ഉദ്യമം ഏറ്റെടുത്തതും അതിഗംഭീരമായി പാകിസ്ഥാനിലെ ബലാക്കോട്ടിലുള്ള ഭീകര കേന്ദ്രങ്ങൾ ഒന്നടങ്കം നിമിഷങ്ങൾക്കുള്ളിൽ കണ്ണടച്ച് തുറക്കുന്ന മുമ്പ് തകർത്ത് തരിപ്പണമാക്കിയതും. അന്ന് മിറാഷ് 2000 എന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫൈറ്റർ ജെറ്റാണ് ആ ഉദ്യമം, ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഫൈറ്റർ ജെറ്റുകൾ ഉത്തർപ്രദേശിലെ ഗംഗാനഗർ എക്സ്പ്രസ് ഹൈവേയിൽ അവരുടെ പരീക്ഷണ പറക്കലുകൾ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ പക്കൽ നിലവിലുള്ള റഫാൽ, അതുപോലെ മിറാഷ്, ജാഗ്വാർ, അങ്ങനെ എണ്ണം പറഞ്ഞ നിരവധി വ്യോമസേന ഫൈറ്റർ ജെറ്റുകൾ ഇന്ത്യക്കുണ്ട്. ആ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ സമ്പൂർണ്ണ സജ്ജമാണ്. ഏത് നിമിഷം വേണമെങ്കിലും സർക്കാരിൻ്റെ ഒരു ഉത്തരവുണ്ടായാൽ പാകിസ്ഥാനിലേക്ക് ആക്രമണം നടത്തി ലക്ഷ്യങ്ങൾ ഭേദിച്ചുകൊണ്ട് അതിവേഗം തിരികെ എത്താൻ കഴിവുള്ളതാണ് ഇന്ത്യയുടെ പക്കലുള്ള എല്ലാ ഫൈറ്റർ ജെറ്റുകളും. ആ ഫൈറ്റർ ജെറ്റുകളെല്ലാം തന്നെ ഇന്ത്യയുടെ അതിർത്തികളിൽ അണിനിരന്നിരിക്കുന്നു. നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നിരന്തരമായി LOC ലൈൻ ഓഫ് കൺട്രോളിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ് പാകിസ്ഥാൻ സേന. ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ യാതൊരു പ്രകോപനവുമില്ലാതെ നിരന്തരം വെടിയുതിർക്കുന്നു. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട്. ഈ സമയത്താണ് 2 റഫാൽ വിമാനങ്ങൾ ഇന്ത്യയുടെ അതിർത്തിയിൽ വെറുതെ ഒരു പരീക്ഷണ പറക്കൽ, അഭ്യാസ പറക്കൽ നടത്തിയത്. ഇത് പാകിസ്ഥാനെ വളരെയധികം ഭയപ്പെടുത്തി. പാകിസ്ഥാന്റെ സൈനിക പോസ്റ്റുകളിൽ നിന്ന് സൈനികന്മാർ ഭയന്നുകൊണ്ട് ഇറങ്ങി ഓടിയെന്നും ബങ്കറുകളിൽ അഭയം പ്രാപിച്ചുവെന്നുമുള്ള റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ നൽകി. അത്രത്തോളം പാകിസ്ഥാൻ ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ വ്യോമസേനയെ, ഇന്ത്യയുടെ വ്യോമസേന കരുത്തിനെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഇസ്രായേൽ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമേരിക്ക കഴിഞ്ഞാൽ അടുത്ത ലോകത്ത് ഏറ്റവും അധികം കരുത്തുള്ള ഒരു വ്യോമസേന എന്ന് പറയുന്നത് ഇന്ത്യയുടെ വ്യോമസേനയാണ്. അത് പലപ്പോഴും കാർഗിൽ യുദ്ധത്തിലടക്കം നമ്മൾ തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൂടാതെ തന്നെ ഇന്ത്യക്ക് ഏറ്റവും അധികം പിന്തുണ നൽകുന്ന ഇസ്രായേൽ അവരുടെ നിരവധി ഫൈറ്റർ ജെറ്റുകൾ ഇതിനകം ഇന്ത്യയിൽ എത്തിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്ക അവരുടെ എയർഫോഴ്സിന്റെ വിമാനം ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതൊക്കെ തന്നെ ഇന്ത്യ കരുതലായി കരുതിയിരിക്കുന്നതാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എയർഫോഴ്സ് മേധാവി AP സിംഗും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. എന്നാൽ നിലവിലെ സാഹചര്യങ്ങളും നിലവിലെ യുദ്ധസമാനമായ അവസ്ഥകളുമാണ് ഈ ചർച്ചകൾ പിന്നിലെന്ന് ഉറപ്പാണ്. എന്തായാലും എയർഫോഴ്സിന്റെ ഒരു സാന്നിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കരുത്ത്. എയർഫോഴ്സ് അവരുടെ ഒരുവിധപ്പെട്ട എല്ലാ ഫൈറ്റർ ജെറ്റുകളെയും വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറാണെന്ന് എയർഫോഴ്സ് മേധാവി തന്നെ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു, ഇതിന് പാകിസ്ഥാൻ അനുഭവിക്കും. ഈ ഭീകരാക്രമണത്തിന് പിന്നിൽ ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ ഞങ്ങൾ ഒരു പാഠം പഠിപ്പിക്കുമെന്ന് നരേന്ദ്രമോദി വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെ, അതായത് ഏത് തരത്തിലുള്ള ആക്രമണവും ശത്രുവിനെതിരെ നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സൈന്യത്തിന് പ്രധാനമന്ത്രി നൽകിയിരുന്നു. കര, നാവിക, വ്യോമസേനയുടെ സൈന്യാധിപന്മാരുടെ അല്ലെങ്കിൽ സൈനിക മേധാവിമാരുടെ യോഗത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. അതിന് പിന്നാലെ പലതരത്തിലുള്ള തയ്യാറെടുപ്പുകൾ വ്യോമസേനയും കരസേനയും നാവികസേനയും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു. നാവികസേന തങ്ങളുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ, വിമാനവാഹിനി കപ്പലുകളൊക്കെ തന്നെ അറബിക്കടലിൽ സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കരസേനയും സമ്പൂർണ്ണ സജ്ജമാണ്. ഇതിനിടയിൽ പാകിസ്ഥാനിലെ തീവ്രവാദ നേതാക്കൾ, പ്രത്യേകിച്ച് ലഷ്കർ ഇ തോയ്ബയുടെയും ജെയ്ഷെ മുഹമ്മദിന്റെയും ഒക്കെ തലവന്മാരെ ഇന്ത്യ ലക്ഷ്യമിടുന്നു എന്നുള്ള സൂചനകൾ പുറത്തു വന്നിരുന്നു. ഇവരുടെ സുരക്ഷ പാകിസ്ഥാൻ സൈന്യം വളരെയധികം വർദ്ധിപ്പിച്ചു. അതിനിടയിലാണ് ഇന്ത്യയുടെ വ്യോമസേന ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാന്റെ തലസ്ഥാനത്തും അതുപോലെ തന്നെ ഹാഫിസ് സയ്യിദിന്റെ അടക്കമുള്ള ഭീകര നേതാക്കന്മാരുടെ വസതികളിലേക്കും മിന്നൽ വ്യോമാക്രമണം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ പുറത്തു വന്നത്.
ഇതിന് പിന്നാലെ വീണ്ടും പ്രകോപനപരമായ പ്രതികരണങ്ങളാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. എന്തായാലും ഇന്ത്യ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഗൗരവമുള്ള ചർച്ചകൾ നടക്കുന്നു. വളരെ ചടുലമായിട്ടുള്ള നീക്കങ്ങൾ, മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടക്കുകയാണ്. ഏത് നിമിഷവും പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ആക്രമണം ഉണ്ടാകാം. അതിന് മുന്നോടിയായി ഇന്ത്യയുടെ വ്യോമസേനാ മേധാവി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നിർണായകമായ കൂടിക്കാഴ്ച നടത്തി എന്നുള്ളതാണ് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന വാർത്ത.